Hello, welcome to a brand new video on my channel, The Unedit with Neeraja. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോണത്. ഞാൻ 2020 ഫെബ്രുവരിയിൽ ഞാൻ മുടി ഇത്രയ്ക്ക് ഷോർട്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2020 ഓഗസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം പ്ലസ് ഇത് ഓർക്കണം, എനിക്ക് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി വെട്ടിയത്. കാരണം ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഹെയർ ഫോൾ കാരണം കൊണ്ട് ഞാൻ മുടി വെട്ടി. പക്ഷെ മുടി വെട്ടിയിട്ടും വലിയ ഇതൊന്നും ഉണ്ടായില്ല, വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലേക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചും എല്ലാം കൂടെ കൊണ്ട് മുടി ഭയങ്കര റഫായി, മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി പോയി. ആൻഡ് മുടി ഓൾ ടുഗെദർ വളരാതെ ആയി. എനിക്ക് കുറേ കാലം മുടി വളർന്നതേ ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുടി പോവും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര എന്താ പറയുക, തിന്നായിട്ട് എനിക്ക് സ്കാൽപ്പൊക്കെ കാണാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം ഈ വർഷം തുടക്കമൊക്കെ ആയി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു മിക്സ്ചർ ഓഫ് ഓയിൽസ്, ഒരു കോക്ടെയിൽ ഓഫ് ഓയിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി തലയിൽ. എല്ലാ ആഴ്ചയും ഒരിക്കലെങ്കിലും ഈ കോക്ടെയിൽ ഞാൻ തലയിൽ തേക്കും. ആൻഡ് അതെന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഇപ്പം നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഏപ്രിലിൽ നിന്ന് ഇത്രയും കൊണ്ട് ഒരുപാട് മുടി ആക്ച്വലി വളർന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും മുടി വളർന്നിട്ടുണ്ട്. മുടിയുടെ നീളത്തിൻ്റെ വളർച്ചേനെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴും മുടി നല്ലോണം കൊഴിയുന്നുണ്ട്, അതില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ മുടിക്ക് നല്ല കട്ടി ഉള്ളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യണ എൻ്റെ ഈ എന്താ പറയുക മിക്സ്ചർ ഓഫ് ഓയിൽസ് ആണ് എൻ്റെ മുടിയുടെ ഹെൽത്തിനെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ എണ്ണ എന്തൊക്കെയാണെന്നുള്ളതും അത് ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്താണെന്നുള്ളതുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളിവിടെ ആദ്യമാണ് വെച്ചാൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഓഗസ്റ്റ് 2019 ഞാൻ എൻ്റെ മോള് ജനിച്ചത്. അപ്പോൾ അവള് ജനിച്ച് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ കിടക്കണോടത്തും ഇരിക്കണോടത്തും ഒക്കെ മുടി നല്ലോണം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ വരെ മുടി വീഴുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഞാനൊരു 6 മാസത്തോളം അതും വെച്ചുകൊണ്ട് ഇങ്ങനെ എന്താ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സഹി കെട്ടിട്ട് അവസാനം ഞാൻ പോയിട്ട് നല്ല ഷോർട്ടായിട്ട് മുടി വെട്ടി. അപ്പോഴും പക്ഷെ മുടി വെട്ടിക്കഴിഞ്ഞിട്ടും അത് ശരിയായതൊന്നുമില്ല. എന്താ പറയുക, കുറച്ച് ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. പക്ഷെ അതല്ലാണ്ട് അപ്പോഴും മുടിയുടെ ടെക്സ്ചറും ഒക്കെ നല്ലോണം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ തല കുളിക്കൂലോ. അപ്പം അതും കൂടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയാനുള്ള കാരണം ഉണ്ടായത്. കാരണം ഞാൻ കുറേ ആയിട്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടി കഴുകാറില്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് മുടി ആകെ വാഷ് ചെയ്യാറുള്ളത്. അതല്ലാതെ മറ്റേത് എല്ലാ ദിവസവും ചെയ്യുമ്പോഴും എനിക്ക് എപ്പോഴും എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് മോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും ഇതേപോലെ നമുക്ക് കുളിച്ച് ഇതാക്കുമല്ലോ, അപ്പോൾ ആ സമയത്തും ഇതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മോളുടെ ഡെലിവറി കഴിഞ്ഞതിൽ പിന്നെ അത് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫെബ്രുവരിയിൽ മുടി വെട്ടി കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് മുടി വളരാണ്ടായി. എനിക്ക് നാട്ടിലൊക്കെ നമ്മൾ പറയും, ചില ആൾക്കാരുടെ കൈ തൊട്ടാൽ പിന്നെ മുടി വളരില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് അതായിരുന്നു കാര്യം എന്നാണ് തോന്നുന്നത്. എനിക്ക് മുടി വെട്ടി തന്ന ആളുടെ കൈയിൻ്റെ ഗുണം കൊണ്ടോ എന്താ കാര്യം എന്നറിയില്ല, സ്ട്രെസ് ആയിരുന്നിരിക്കാം. പക്ഷെ മുടി തീരെ വളരാതെ ആയി. എനിക്ക് കുറേ കാലത്തേക്ക് എനിക്ക് മുടി വളരണമുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ മുടി കൊഴിയാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ. അപ്പം ഞാൻ നാട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ ഓഗസ്റ്റിലെന്നാണ് ഞാൻ പറഞ്ഞത്, ഓഗസ്റ്റിലല്ല, ഞങ്ങൾ ജൂലൈയിൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2020 ജൂലൈയുടെ കാര്യം ഞാൻ പറയുന്നത്. 2020 ജൂലൈയിലേക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി നല്ലപോലെ മുടി കൊഴിയുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ താമസിച്ചത് കൊല്ലത്തും അമ്പലപ്പുഴയിലും ഒക്കെയാണ്. കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം അവിടുത്തെ പിന്നെ ഈ
കടലുള്ള സ്ഥലമായതുകൊണ്ട് അവിടുത്തെ കാറ്റും എല്ലാം കൂടി ആയിട്ടും കൂടെ മുടിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കൂടുക ചെയ്തത്. ഞങ്ങള് ക്വാറന്റൈനൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തോരം പ്രോഡക്ട്സ് ആണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ. ഈ മുടിക്ക് ഹെൽപ്പ് ചെയ്യണത് പോലെ ഈ എണ്ണ, ആ എണ്ണ, മാസ്ക്, അത് ഇത് എന്തൊക്കെയോ പ്രോഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്ത് എല്ലാം ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും തന്നെ എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുടി അപ്പോഴും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അത് ഭയങ്കര റഫായിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ വല്ലാതെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം എന്നെ നേരത്തെ അറിയണവർക്കറിയാം, എൻ്റെ മുടിയുടെ ടെക്സ്ചർ ആക്ച്വലി വളരെ നല്ല ടെക്സ്ചറായിരുന്നു എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂർക്ക് ഞാൻ പഠിക്കാൻ പോയപ്പോഴും ഒന്നും എനിക്ക് മുടിയുടെ ടെക്സ്ചറിനൊന്നും എനിക്ക് ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പക്ഷെ ഇപ്പം പോലും അത്രയ്ക്കും എന്താ പറയുക, സോഫ്റ്റ് അല്ല ഇപ്പോഴും മുടി. പക്ഷെ ഇതിപ്പോൾ ബെറ്റർ ആയിട്ടുള്ളതാട്ടോ. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവസാനം ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഞാൻ പണ്ട് ചെയ്യാറുണ്ടായിരുന്ന അതേ കാര്യം തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ട്രസ്റ്റി ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ബജാജ് ആൽമണ്ട് ഓയിൽ, ഇതിപ്പോൾ കുപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തോരം ഇതുണ്ടെന്നുള്ളത്, എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഈ ബജാജിൻ്റെ ആൽമണ്ട് ഓയിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ മുടിയുടെ ടെക്സ്ചർ ആക്ച്വലി എനിക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ ബജാജിൻ്റെ ആൽമണ്ട് ഓയിലാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതൊക്കെയോ മാസ്കും ഷാമ്പു മാറ്റി നോക്കി. ഞാൻ പൊതുവേ ഷാമ്പു മാറ്റി നോക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ഒരേ ഷാമ്പു കൺസിസ്റ്റൻ്റ്ലി ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആ സമയത്തെ പ്രശ്നം എന്താണോ അതനുസരിച്ചിട്ട് ഞാൻ ഷാമ്പു മാറ്റാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ഡാൻഡ്രഫാണ് പ്രശ്നം എന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ ഞാൻ അതിന് വേണ്ട ഷാമ്പു യൂസ് ചെയ്യും. ചിലപ്പം എനിക്ക് ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി കുറേ കാലമായിട്ട് ഞാൻ കളർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം അത്രയും അറിയുമോയെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ലോണം നരച്ച മുടി ഓൾറെഡി ഉണ്ട്. ഞാൻ ചെറുതിലെ തന്നെ എനിക്ക് നിറയെ നരച്ച മുടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ മുടി നന്നായിട്ട് കളർ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ചില സമയത്ത് അതിനു വേണ്ട എന്താ പറയുക, ട്രീറ്റഡ് ഹെയറിന് നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെയാണ് വേണ്ട വെച്ചാൽ അതിന് വേണ്ട പോലത്തെ ഷാമ്പു യൂസ് ചെയ്യും. അങ്ങനെ ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഒരേ ഷാമ്പു കുറേ കാലം ഞാൻ യൂസ് ചെയ്യാറില്ല. വലിയ ബോട്ടിൽസ് ഓഫ് ഷാമ്പൂസാണ് ഞാൻ മേടിക്കുക. അപ്പോൾ അത് കഴിയണ വരയ്ക്കും അത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് മോസ്റ്റ്ലി ഞാൻ അടുത്തത് വേറെ ഷാമ്പു ആയിരിക്കും മേടിക്കുക. അങ്ങനെ അല്ലാണ്ട് ഇരുന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സൺസിൽക്കിൻ്റെ ഒരു യെല്ലോ കളർ ഷാമ്പു ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആക്കണ പോലെ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യണത് നിർത്തിയതാണ്. പക്ഷെ അത് മാത്രമേ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റ്ലി കുറേ കാലം ഞാൻ മാറ്റാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഞാൻ ഷാംപൂസ് മാറ്റാറുണ്ട്. അപ്പോൾ ഈ ബജാജിൻ്റെ ഈ ആൽമണ്ട് ഡ്രോപ്സ് മാത്രം, പക്ഷേ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എണ്ണയാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ള എണ്ണയാണ്, തീരെ സ്റ്റിക്കി അല്ല, അങ്ങനെ വളരെ നല്ല എണ്ണയാണ് ഇത്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദാറ്റ് അഗൈൻ. ആൻഡ് കുറേയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ടെക്സ്ചറൊക്കെ തിരിച്ചു വന്നു. അത് ഞാൻ പറയണത് കൊല്ലത്തൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മോശമായിരുന്നു എൻ്റെ ടെക്സ്ചർ മുടിയുടെ. അത് സ്ഥലത്തിൻ്റെ കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ അത് ഓർത്ത് വയ്ക്കണത് അങ്ങനെയാണെന്ന് മാത്രം. ആ സമയത്തെ സ്ട്രെസ്സ് കാരണം, ഞങ്ങൾ ക്വാറന്റൈനിലായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, എല്ലാത്തിൻ്റെയും കൂടെയുള്ള സ്ട്രെസ്സ് കാരണമാവാം, വേറെ പല റീസൺസ് ഉണ്ടാവാം. ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുള്ള ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഈ സ്കിന്നിലും മുടിക്കും ഒക്കെ. അത് എന്താ പറയുക, ഞാനിപ്പോൾ പാലക്കാട് ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. ജനിച്ചത് ഇവിടെ അല്ല, ഞാൻ പാലക്കാട് വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് പാലക്കാട് കാരണം ഇവിടുത്തെ കാറ്റും മഴയും കാരണം കൊണ്ടായിരിക്കും എനിക്ക് സ്കിന്നിൽ ഇത്ര ഇഷ്യൂസ് വരുന്നത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, അത് സ്ട്രെസ്സിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം, അങ്ങനെ കുറേ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം, അങ്ങനെ കുറേ കാരണങ്ങൾ അതുമായിട്ട് there would be a lot of factors that would be causing this. അതൊക്കെ ശരിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങി ടെക്സ്ചറിനൊക്കെ. പക്ഷെ അപ്പോഴും ഹെയർ ഫോളിന് ഒരു കുറവും ഉണ്ടായില്ല. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മുടി തീരെ വളരാത്ത പോലെ തോന്നാൻ തുടങ്ങി. മുടിക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ടെക്സ്ചറിന് ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ മുടി വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇറ്റ് ജസ്റ്റ് സീംഡ് ലൈക്ക് ഇറ്റ് വാസ് ഇറ്റ് സീംഡ് ലൈക്ക് ഇറ്റ് സ്റ്റോപ്ഡ് ആഫ്റ്റർ എ പോയിന്റ്. ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് ഗ്രോ.
പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി നാട്ടിലേക്ക് വന്നത് 2 കല്യാണങ്ങൾ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ അതെല്ലാം തീർത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പല എന്താ പറയുക യൂട്യൂബ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ വായിച്ചിട്ടും ഒക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് എണ്ണകളുണ്ട്, അതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, മുടി വളരുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണകൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചു. ഇപ്പം ഞാൻ ആ എണ്ണകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞൊരു 4 മാസമായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഈ എണ്ണ എല്ലാ ആഴ്ചയും ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ മുടിയിൽ തേക്കാറുണ്ട്. അപ്പം ബേസിക്കലി ആദ്യം വന്നിട്ട് ഈ ആൽമണ്ട് ഓയിൽ തന്നെയാണ്. ഇതായിരുന്നു കുറേ കാലമായിട്ട് ഇതായിരുന്നു എൻ്റെ ബേസ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ആൽമണ്ട് ഓയിലിലേക്ക് ഞാൻ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യും. കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്യും. ഇത് 3ഉം കൂടി ഇടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആ കാസ്റ്റർ ഓയിൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഓയിലും കൂടെ ഓർഡർ ചെയ്തു. അതായത് കലോഞ്ചി ഓയിലാണത്. കലോഞ്ചി ഓയിലും കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇതിൽ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ബൗളിൽ കുറച്ച് ആൽമണ്ട് ഓയിൽ എടുക്കും, എന്നിട്ട് അതിൽ കുറച്ച് ഡ്രോപ്സ് കാസ്റ്റർ ഓയിൽ ഇടും, കുറച്ച് ഡ്രോപ്സ് കലോഞ്ചി ഓയിൽ ഇടും, പിന്നെ കുറച്ച് ഡ്രോപ്സ് വൈറ്റമിൻ ഇ ഓയിൽ ഇട്ടിട്ട് ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ തലയിൽ തേക്കാനാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇനി ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പം ആൽമണ്ട് ഓയിൽ എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, അത് ഭയങ്കര നറിഷിംഗ് ആയിട്ടുള്ള ഓയിലാണ്, മുടി നന്നായിട്ട് വളരാൻ അത് ഹെൽപ്പ് ചെയ്യും. കാസ്റ്റർ ഓയിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര എത്രയോ കാലങ്ങളായിട്ട് ആൾക്കാർ പറയണത് പുരുകത്തിലും കൺപീലിയിലും ഒക്കെ ഇട്ടാൽ പോലും അതുപോലും വളരുന്നതാണ് പറയണത്. അത്രയും നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണതാണ് കാസ്റ്റർ ഓയിൽ എന്നാണ് പറയണത്. അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ വൈറ്റമിൻ ഇ ഓയിൽ. പിന്നെ അതും അറിയാലോ, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്കിൻ, ഹെയർ ആൻഡ് എന്താണ് നെയിൽ എന്നുള്ളതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. സോ യു ക്യാൻ യൂസ് ദിസ് ഓൺ യുവർ സ്കിൻ, യു ക്യാൻ യൂസ് ദിസ് ഓൺ യുവർ ഹെയർ ആൻഡ് യുവർ നെയിൽസ്. ഇതെല്ലാം ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണതാണ്, മുടി വളരാനായിട്ട് പ്രൊമോട്ട് ചെയ്യണതാണെന്നാണ് പറയുക. അപ്പോൾ അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കലോഞ്ചി ഓയിൽ എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത്, നമുക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഫറാദുഖായി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരിക്ക് നല്ല നീളത്തിൽ മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും ഈ കലോഞ്ചി ഓയിലിനെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്ന് നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് വന്നിട്ട് ബ്ലാക്ക് സീഡ് ഓയിലാണ്, നൈജെല്ല സത്യവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് സീഡ് ഓയിലാണിത്. അപ്പം ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ഇതിൻ്റെ കുപ്പിയുടെ അടപ്പ് പോയി, പക്ഷെ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇതിപ്പോൾ അടിയിൽ കാണുമല്ലോ, ഈ ഒരു കളറാണ്. ഇതൊരു ബ്ലാക്ക് കളർ ഓയിലാണ്. കുറച്ച് ഡ്രോപ്സ് എടുത്താൽ മതി, പ്രത്യേകിച്ച് മണമൊന്നുമില്ല അതിന് സത്യം പറഞ്ഞാൽ. അപ്പം ഇതിൽ തന്നെ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കലോഞ്ചി ഓയിൽ ഇസ് റിച്ച് ഇൻ അമിനോ ആസിഡ്സ്, ഫോസ്ഫറസ്, അയൺ, കാരോട്ടീൻ, ആൽബ്യൂമിൻ and other bittering elements along with many other healthy minerals and vitamins. It is a natural head to toe solution for skin, hair and even nails. ഇതും അങ്ങനെ തന്നെയാണ് അവർ പറയണത്. ഇപ്പം ഇതിൽ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ഇതിൽ അവർ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് റിസ്റ്റോർ ദ പ്രൊട്ടക്റ്റീവ് ഓയിൽ ലെയർ ഓഫ് ദ ഹെയർ റിസൾട്ടിങ് ഇൻ ബ്യൂട്ടിഫുൾ ഷൈനി ഹെയർ സ്റ്റാൻഡ്സ്. ആൻഡ് ഇത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടെക്സ്ചർ മുടിക്ക് വന്നതുപോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചേ എടുക്കുകയുള്ളൂ കേട്ടോ ഓയിൽ. ഇതെല്ലാം ബേസ് നമ്മൾ എടുക്കുന്നതാണ് കൂടുതൽ എടുക്കുക. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഞാൻ കൂടുതൽ എടുക്കും, ബാക്കിയൊക്കെ ഞാൻ കുറച്ച് ഡ്രോപ്സ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് അതും ഡബിൾ ബോയിൽ ചെയ്യണതാണ് ബെറ്റർ. അതായത് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ എണ്ണ ഉള്ള പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് തലയിൽ തേക്കുക ചെയ്യുക. അപ്പം ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്രാവശ്യം ജൂണൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തലയിൽ ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പം എനിക്കിത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും. അത് ഡ്രൈ ആയിട്ടാണെന്ന് തോന്നുന്നു, സ്കിന്ന് എന്താ പറയുക, മുടി ഭയങ്കര ഡ്രൈ ആയിട്ടാണെന്ന് തോന്നുന്നു. ഡാൻഡ്രഫ് ഒന്നും വരത്തില്ല, പക്ഷെ ഇതിങ്ങനെ ചെരങ്ങ് വന്ന് പൊട്ടുന്ന പോലെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും.
ഒരു പോയിന്റ് എത്തിയപ്പം അത് ഭയങ്കര അസഹനീയമായി. എനിക്ക് എണ്ണയൊന്നും തേക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അത് ചൊറിഞ്ഞ് പൊട്ടാൻ. അപ്പം എണ്ണയുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ഒരു 2 ആഴ്ച ഞാൻ എണ്ണ തേച്ചില്ല. പക്ഷെ എണ്ണ തേക്കാതെ ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇത് സൈക്കോളജിക്കൽ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തലവേനിക്കാൻ തുടങ്ങും, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും, ചൂട് ഇളകാൻ തുടങ്ങണ പോലെ. അപ്പം ഞാൻ പിന്നെ ഓർത്തു, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പം ഇതുപോലെ നാട്ടിലോട്ട്, ഞങ്ങൾ ദുബായിലായിരുന്നു, അപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ ചെരങ്ങ് വന്നിട്ട് തല പൊട്ടുമായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഓർമ്മയിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടോ, ഇത് ആമസോണിൽ അവൈലബിളുമാണ്. ചെമ്പരത്തിയാതി എണ്ണയാണ്. ഞാൻ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എത്രയോ കാലമായിട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഇത് കിട്ടുന്നുണ്ടായിരുന്നോണ്ട് ഞാൻ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ആദ്യം ഞാൻ വെറുതെ ചെമ്പരത്തിയാതി മാത്രം തേച്ച് നോക്കി. ഭയങ്കര പൊട്ടി നിൽക്കണ ഒരു സമയത്ത് തലയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പം ഞാൻ ഇത് മാത്രം യൂസ് ചെയ്ത് തുടങ്ങി. ഇത് മാത്രം ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ചിട്ട് കഴുകി കളയാൻ തുടങ്ങി. ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കി കേട്ടോ. ഈ ചെമ്പരത്തിയാതി എണ്ണ തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ എന്തെങ്കിലും ഇതുപോലത്തെ ചെരങ്ങോ ഇങ്ങനെ എന്തെങ്കിലും പൊട്ട് ഈ ചൂട് കാരണോ ഒക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചെമ്പരത്തിയാതി എണ്ണ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം ആ സംഭവത്തിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ചെമ്പരത്തിയാതി എണ്ണ എൻ്റെ ബേസ് ഓയിലായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതലും ചെമ്പരത്തിയാതി എണ്ണ എടുക്കുക. ചെമ്പരത്തിയാതി എടുത്തിട്ട് അതിൽ ബാക്കിയുള്ള എണ്ണകളിലൊക്കെ കുറച്ച് ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്തിട്ട് ചൂടാക്കിയിട്ടാണ് ഞാൻ തലയിൽ തേക്കുക. ഇപ്പം ഇത്രയാണ് എൻ്റെ ഓയിലിംഗ് റുട്ടീൻ. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ട്യൂസ്ഡേയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഓയിൽ ചെയ്തിട്ട് ഞാൻ രാത്രി ഫുള്ള് ഇത് തലയിൽ വെക്കും. എന്നിട്ട് രാവിലെയാണ് അത് കഴുകി കളയാം. ഫോർ സം റീസൺ ഇറ്റ് റിയലി ഹെൽപ്സ്, ഇറ്റ് വർക്ക്സ് ഫോർ മീ. എനിക്കറിയാം ചില ആൾക്കാർക്ക് അത് കുറേ നേരം എണ്ണ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോൾഡ് വരും, അതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയാം, നേരിട്ട് എനിക്ക് അറിയണ ആൾക്കാരുണ്ട് അങ്ങനെ. എനിക്ക് പക്ഷേ എണ്ണ നല്ലപോലെ തലയിൽ പിടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കുറേ നേരം വെച്ചിട്ടാണ് ഞാൻ പിന്നെ അടുത്ത ദിവസമാണ് ഞാനത് കഴുകി കളയാം. എന്നിട്ട് അത് കഴുകി കളയുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂഷ്വലി ഞാൻ എന്താ ഷാമ്പൂ, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു പാൻറ്റീൻ്റെ ഷാമ്പൂവും കണ്ടീഷണറുമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഡവിൻ്റെ ഹെയർ ഫോൾ റെസ്ക്യൂ ഷാമ്പൂ ആണ് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ഷാമ്പൂ ഞാൻ യൂസ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഇതിന് മുമ്പ് ഞാൻ ഒരു ബ്ലോഗ് പോസ്റ്റിൽ എന്തെങ്കിലും ഇതുപോലെ ഷാമ്പൂൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പാരബൻസ് ഇല്ലാത്തത് യൂസ് ചെയ്യാൻ നോക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മുടിക്ക് ഇതൊന്നും, ഈ ഷാമ്പൂസ് ഞാൻ യൂസ് ചെയ്യണ ചില ഷാമ്പൂകളല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ തന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ള അങ്ങനത്തെ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു തരത്തിലും എൻ്റെ മുടിനെ അത് ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് പൊട്ടിയിട്ട് ഐ യൂസ് ടു ഹാവ് സിവിയർ സ്പ്ലിറ്റ് എൻഡ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയാണ് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ തിരിച്ച് ഈ ഷാമ്പൂസിലേക്ക് എന്നെ വരാൻ തുടങ്ങിയത്. ലോങ് ടേമിൽ മേ ബി ദി അതർ വൺ ഇസ് ബെറ്റർ, പക്ഷേ ഫോർ സം റീസൺ ഇറ്റ് gives me results. These shampoos gives me results, so that's why I use them. അപ്പം ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ ഷാമ്പൂ ഇട്ട് കഴുകണതിൻ്റെ കൂടെ തന്നെ ഐ യൂസ് എ ഹെയർ മാസ്ക് ഓൾസോ. എന്താണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതാണ് ഞാൻ ചെയ്യുക. അഗൈൻ ദിസ് ഇസ് ഞാൻ ബ്രാൻഡിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ളത് ലോറിയലിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെയർ മാസ്കും കൂടെ ഞാൻ കണ്ടീഷണറിൻ്റെ പകരം തേച്ചിട്ട് മുടിയിൽ വെച്ചിട്ട് ബാക്കി കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പറ്റണത്രയും ഞാൻ മുടിയിൽ ഹീറ്റൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ മുടി എയർ ഡ്രൈ ചെയ്യാൻ ഞാൻ സമ്മതിക്കാറുണ്ട്. ഹെയർ ഡ്രയറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ചിലപ്പോൾ വൺസ് ഇൻ എ വൈൽ എവിടേക്കെങ്കിലും പോകുമ്പോഴോ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ്നർ ഒന്ന് മുടിയിൽ കൂടെ ഒന്ന് ഓടിക്കും, ജസ്റ്റ് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഈ ചില സ്ഥലത്ത് മുടിയുടെ ടെക്സ്ചർ ഭയങ്കര വിയേർഡാണ്. അത് സ്ട്രെയിറ്റോ അല്ല വേവിയോ അല്ല കേളിയോ അല്ല, അങ്ങനെ അവിടെ ഇവിടെ അല്ലാണ്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചില സമയത്ത് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യും. പക്ഷെ ഇതൊന്നും അല്ലാതെ ഞാൻ വേറെ ഹീറ്റൊന്നും മുടിയിൽ അപ്ലൈ ചെയ്യാതെ ഇരിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. പക്ഷേ ഇത്രയും മാത്രം ചെയ്തിട്ട്, അതും ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ഞാൻ ഈ എണ്ണ തേക്കുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം ഞാൻ തേച്ച് വെച്ചിട്ടിരിക്കും. ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുടി ശരിക്കും നീളം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 4 മാസത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടിക്ക് നീളം വെച്ചിട്ടുള്ളതാണ് ഇത്.
ഞാൻ എൻ്റെ തംബ്നെയിലിൽ കാണിക്കുന്ന പോലെ ആ ഫോട്ടോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തതാണ്. അപ്പം അതെന്ന് വെച്ചാൽ ഞങ്ങൾ അതെന്താ April 23rd ആണത്. അപ്പോൾ ഏപ്രിലിൽ എടുത്ത ആ ഫോട്ടോ വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും അറിയാനുണ്ട് വ്യത്യാസം. ഇന്നലെ ഞാൻ വെറുതെ എൻ്റെ പഴയ ഫോട്ടോസ് എന്തോ കാര്യത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ആക്ച്വലി എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ എണ്ണ യൂസ് ചെയ്തിട്ട് എന്നുള്ളത്. എല്ലാ ആഴ്ചയും ഒരിക്കലെങ്കിലും അത് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും. അത് ചെയ്യാതിരിക്കുന്നത് വളരെ റെയറായിട്ടായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നത് വെച്ചാൽ തന്നെ. പക്ഷേ എല്ലാ ആഴ്ചയും ഞാൻ എണ്ണ തേച്ച് അങ്ങനെ ഇത് ചെയ്തിട്ടാണ് ഈ ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഹെയർ ഫോളിൻ്റെ കാര്യം, എനിക്ക് ഇതുവരെയും ഹെയർ ഫോളിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഓണസ്റ്റ്ലി ഈ എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടും ഹെയർ ഇപ്പോഴും എൻ്റെ നല്ലപോലെ കൊഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കുളിക്കുമ്പോഴൊക്കെ നമ്മൾ വെറുതെ ഒന്ന് മുടി ഇങ്ങനെ ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ അത് ചെയ്യാത്തതാണ്, നല്ലപോലെ മുടി വരും കയ്യിൽ. അതേപോലെ മുടി ഇപ്പോൾ ഞാൻ ബാൻഡ് ഇട്ടിട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിൽക്കിൻ്റെ മറ്റേ ഹെയർ ബാൻഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടും കൂടി ഉണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ പോലും, അത് ഊരുമ്പോൾ പോലും അതിൽ 1-2 മുടിയെങ്കിലും പൊട്ടി വീഴും. അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഹെയർ ഫോൾ ആസ് ഇറ്റ് ഈസ് യു കാൻ പ്രോബബ്ലി അവോയ്ഡ് ഇറ്റ്. വാട്ട് യു ക്യാൻ ഡു ഇസ് എനേബിൾ യുവർ ഹെയർ ടു ഗ്രോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും തല കുളിക്കത്തില്ല. തലയുടെ മുടിക്ക് ആവശ്യമുള്ള ഒരു ലെയർ ഓഫ് ഓയിൽ ഉണ്ട് ഈ പറഞ്ഞ പോലെ. അത് ടെക്സ്ചർ ശരിക്കും കേടാക്കും. അത് എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ തലമുടി കഴുകുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, അത് എന്താണെന്ന് വെച്ചാൽ, എഴുന്നേറ്റ ഉടനെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നത്, മുടി ഈ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ചെയ്യണ സമയത്ത് ഒന്ന് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുടി, ഐ തിങ്ക് ഇറ്റ് ഹെൽപ്സ് യുവർ ഹെയർ ഗ്രോത്ത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ക്യാൻ ബി ബാക്ക്ഡ് ബൈ സയൻസ്, ബട്ട് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മൈ ഹെയർ ഗ്രോ. So that's another thing that I do. I try and get up like every day when I brush my teeth, when I wake up, like either as soon as I wake up or when I brush my teeth, I try to massage my scalp to allow my hair to grow. Another thing that I have seen that really helps is to not comb your hair like when it's wet. നിങ്ങൾക്ക് കൈ കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു, but I try not to run a comb through my hair every time it's wet. ഇപ്പം ജട ഉണ്ടെച്ചാൽ പോലും ആദ്യം കൈകൊണ്ട് വളരെ മെല്ലെ സാവകാശത്തിൽ ചെയ്ത് ഇത് കളഞ്ഞതിന് ശേഷം, ജട കളഞ്ഞതിന് ശേഷം പിന്നെ മെല്ലെ ബ്രഷ് ഇട്ടിട്ട് വളരെ സാവകാശം ഇസ് ദ കീ ഐ തിങ്ക്. കാരണം നിങ്ങൾ സാവകാശത്തിൽ ഇരുന്ന് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചീകിട്ട് വരുമ്പോഴാണ് അത് മുടി പൊട്ടാതെ ഇരിക്കാനൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്യാറുള്ളത്. Using a paddle brush is really good, I feel, because I think that it's the same thing as you massage your hair. നിങ്ങൾ തല മസാജ് ചെയ്യുന്ന പോലെ തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ മറ്റേ പാഡിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചീന്തുമ്പോൾ നിങ്ങൾക്ക് മുടി കുറച്ചും കൂടെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യണത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് അനദർ തിങ് ദറ്റ് ഐ ഡു. ഐ ട്രൈ ടു പാഡിൽ ബ്രഷ് മൈ ഹെയർ അറ്റ്ലീസ്റ്റ് വൺസ്. ലൈക്ക് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അത് ചെയ്തിട്ട് മുടി കെട്ടി വെച്ചിട്ടാണ് കിടക്കുക. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അത് വന്നിട്ട് ഈ മുടി ഇങ്ങനെ ഞാൻ പൊക്കി കെട്ടി വെക്കും കിടക്കാൻ പോണ നേരത്ത്. ആൻഡ് എനിക്കറിയാം അത് ഇവിടുത്തെ മുടിയെല്ലാം ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് കെട്ടുന്നത് എനിക്കറിയാം. അതിലും ബെറ്ററാണ് നിങ്ങൾ മുടി പിന്നിയിട്ടിട്ട് കിടക്കുവാണെങ്കിൽ. I think that my hair is not at that length where I can actually, braid it and keep it, and it kind of troubles me. കിടന്നുറങ്ങാൻ ഭയങ്കര പാടായിട്ട് തോന്നി. എനിക്ക് എളുപ്പം മൊത്തത്തിൽ പൊക്കി കെട്ടിയിട്ട് ഒരു കൊണ്ട കെട്ടിയിട്ട് കിടന്നുറങ്ങുന്നതാണ്. പ്ലസ് പിള്ളേരൊക്കെ ഉള്ളപ്പം പിള്ളേരെന്താ ചെയ്യാന്ന് വെച്ചാൽ കൊണ്ട കെട്ടിയാൽ പോലും അതിൽ നിന്ന് പോലും പിടിച്ച് വലിക്കാറുണ്ട്. പിന്നെയാണ് ഈ മുടി പിന്നിടുമ്പോഴത്തേലും ആ മുടി പിടിച്ച് വലിച്ച് അതെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം കൊണ്ട കെട്ടി കിടക്കുന്നതാണ്. പക്ഷെ I think it's better if you don't do that also. I've heard a lot of people say that it's better if you braid your hair. രണ്ട് സൈഡ് പിന്നിയിട്ടിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ ബെറ്റർ ആണെന്ന്. അപ്പം these are some of the things that I have been doing that has helped my hair grow. In the past 4 months you can see the difference in the thumbnail. ശരിക്കും വളർന്നിട്ടുണ്ട്, ശരിക്കും വ്യത്യാസമുണ്ട്. ഈ സാധനങ്ങളെല്ലാം തന്നെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടും.
അപ്പം നിങ്ങളിതെല്ലാം യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് വെച്ചാൽ, some people are naturally blessed with good genes to have like really good hair, and you guys are really lucky for that. But അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. സോ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതൊക്കെ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഒക്കെയാണ് ഞങ്ങൾക്ക് ആസ് എ യൂട്യൂബർ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ട്. ബിക്കോസ് ദെൻ ഐ നോ ദറ്റ് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് വീഡിയോസ് ദറ്റ് യു വോണ്ട് ടു വാച്ച്. സോ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ അസ്. ആൻഡ് അപ്പോൾ അതൊക്കെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യൂ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത് വരയ്ക്കും ടാറ്റാ.